നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ 5 കുട്ടികളും മാതാപിതാക്കളും ഉൾപ്പെടെ 17 പേർ മരിച്ചു. ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനായി യുഎസിന്റെയും മറ്റും നേതൃത്വത്തിൽ സമാധാന ചർച്ച ആരംഭിച്ചതിനു പിന്നാലെയാണ് ആക്രമണം നടന്നത്. കഴിഞ്ഞ ദിവസം ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയാണ് ഇന്നലത്തേതെന്നാണ് ഇസ്രയേൽ നിലപാട്. ഇസ്രയേൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇന്ന് നടക്കുന്ന ചർച്ചകളിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് ഹമാസ് അറിയിച്ചു. എന്നാൽ ദോഹയിൽ നടക്കുന്ന ചർച്ചയിലൂടെ വെടിനിർത്തലിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. ജൂലൈ 2-ന് ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച പദ്ധതി നടപ്പാക്കാനുള്ള നടപടികളാണ് വേണ്ടതെന്നും ഹമാസ് പറയുന്നു. അതേസമയം ഖത്തറിൽ ഇന്ന് നടക്കാനിരിക്കുന്ന ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും ഹമാസ് അറിയിച്ചു. എന്നാൽ മധ്യസ്ഥരുമായി ഹമാസ് പിന്നീട് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം ചർച്ചകൾ മുൻ നിശ്ചയിച്ച പ്രകാരം മുന്നോട്ടു പോകുമെന്നും വെടിനിർത്തൽ കരാർ ഇപ്പോഴും സാധ്യമാണെന്നും യുഎസ് അറിയിച്ചു. വലിയൊരു യുദ്ധം ഒഴിവാക്കാൻ ചർച്ചകളിൽ അടിയന്തരമായ പുരോഗതി ആവശ്യമാണെന്നും യുഎസ് വ്യക്തമാക്കി. എന്നാൽ ചർച്ചയിൽ ഇസ്രയേൽ പങ്കെടുക്കുമെന്ന് സർക്കാർ വക്താവ് ഡേവിഡ് മെൻസർ അറിയിച്ചു. ഹമാസ് നേതാവ് യഹ്യ സിൻവറാണ് സമാധാന ചർച്ചകൾക്ക് പ്രധാന തടസ്സമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു. ഗാസയിൽ വെടിനിർത്തലിനായുള്ള കരാറിൽ ഉടൻ ഒപ്പുവെക്കണമെന്ന ആവശ്യം ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് മുന്നിൽ വെച്ച് യുഎസിൽ നിന്നുള്ള ജൂത പുരോഹിതർ. പ്രസിഡന്റ് ജോ ബൈഡനും ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും UN സെക്യൂരിറ്റി കൗൺസിലും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കണമെന്നാണ് ജൂത പുരോഹിതരായ റബ്ബികളുടെ ആവശ്യം. ഹമാസിന്റെ തടവിലുള്ള 115 ബന്ദികളെ തിരിച്ചെത്തിക്കാതെ ആഗോളതലത്തിലുള്ള ജൂതർക്ക് ആശ്വാസമുണ്ടാകില്ലെന്നും ജൂത പുരോഹിതർ അറിയിച്ചു. സമയം പോവുകയാണ്. ഇതൊരു അവസര മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഉപയോഗിക്കണമെന്നും ജൂത പുരോഹിത സംഘം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഗാസയിൽ ബന്ദികൾ തുടരുന്ന ഓരോ ദിവസവും പ്രതീക്ഷകൾ കുറയുകയാണ്. നഷ്ടപ്പെട്ട പ്രതീക്ഷകളെ പുനഃസ്ഥാപിക്കണമെങ്കിൽ ബന്ദികൾ അവരുടെ കുടുംബങ്ങൾ തിരിച്ചെത്തണമെന്നും ജൂത പുരോഹിതർ ആവശ്യപ്പെട്ടു. ഇസ്രായേലിന് പിന്നെയും വൻ ആയുധശേഖരം കൈമാറാൻ US കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു.